സംഗീതവും വാസ്തുവും തമ്മിൽ ബന്ധമുണ്ടോ? വാസ്തുവും സംഗീതവും തമ്മിൽ എന്താണ് ബന്ധം? ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഈ വാസ്തുശാസ്ത്രം സംഗീതവും നൃത്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ശബ്ദം നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു നമുക്കെല്ലാം അറിയാം. ഈ സൗണ്ട് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു രീതി തന്നെ ഉണ്ട് ഇപ്പോൾ. ഇപ്പോൾ നല്ല സംഗീതം കേൾക്കുമ്പോൾ മനസ്സ് കാമാവുന്നു, സ്ട്രെസ് റിലീസ് ചെയ്യുന്നു, നല്ല ഉറക്കം കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ഇതെല്ലാം നമ്മൾ വാസ്തുവുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ ഒരു വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കാൻ സംഗീതവും നല്ല മന്ത്രോച്ചാരണങ്ങളും നമുക്ക് ഉപയോഗിക്കാം. വീടിന് എപ്പോഴും നമ്മളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ സ്പേസിൽ എപ്പോഴും നമ്മൾ നല്ലൊരു മൂഡും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സംഗീതം വളരെ വളരെ ഗുണം ചെയ്യും. അത്തരം വൈബ്രേഷൻസ് അവിടെ എപ്പോഴും, പ്രത്യേകിച്ച് മന്ത്രോച്ചാരണത്തിൻ്റെയൊക്കെ ഒരു വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം. ഈ മന്ത്രോച്ചാരണം ഈവൻ ഒരു ഓഡിയോ ഒരു CD-യിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു മ്യൂസിക് സിസ്റ്റത്തിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നെങ്കിൽ പോലും ആ ഒരു മന്ത്രോച്ചാരണത്തിൻ്റെ ഒരു താളവും അതിൻ്റെ ഒരു മൂഡും നമുക്കുണ്ടാകുന്നത് പ്രത്യേകം നമ്മുടെ ഉള്ളിലൊരു ചേഞ്ച് വരും. കാര്യം സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് അത് ആവശ്യമുള്ളത് കൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ പള്ളികളിലോ എല്ലാം ഞാൻ പറയണം, എല്ലാ ദേവാലയങ്ങളിലും ഇത്തരത്തിൽ സംഗീതവുമായി കണക്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. സംഗീതവും അപ്പോൾ അതുപോലെ നമുക്ക് വാസ്തു പ്രകാരം വീട്ടിലും നമുക്ക് വീട്ടിലൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ്ലി ഒരു മ്യൂസിക് എപ്പോഴും വീട്ടിൽ പ്ലേ ചെയ്യുന്നൊരു സിസ്റ്റം, അത് ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു മന്ത്രം, ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഒരു മന്ത്രോച്ചാരണം, ഇങ്ങനെ റെഗുലറായിട്ട് ലളിതാ സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങൾ ഒരു പ്ലേ ചെയ്തുകൊണ്ടിരുന്നാൽ അത്തരം പോസിറ്റീവ് വൈബ്രേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈഡ് വാസ്തുവാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാസ്തു എന്ന് പറയുന്നത് ബിൽഡിംഗ് ഓറിയൻറ്റേഷൻ പ്ലാനിങ് അല്ലെങ്കിൽ സ്പേസ് പ്ലാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല. വാസ്തുവിനുള്ളിൽ ഇത്തരത്തിൽ എനർജി ബാലൻസ് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളുമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.